പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രി പ്രതിയായ പീഡനക്കേസിൽ ബംഗളൂരു പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന് മകൾ ഉണ്ണിമായ. അച്ഛൻ ഉണ്ണി ദാമോദരന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ 2 കോടി രൂപയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അച്ഛന്റെ സഹോദരങ്ങൾക്കും മക്കൾക്കുമുള്ള വൈരാഗ്യമാണ് പീഡനക്കേസിന്റെ പിന്നിലെന്ന് മകൾ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അച്ഛനെ കാണാണ്ട് കരഞ്ഞ് തളർന്ന ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട്. നാട്ടുകാർ മുഴുവൻ അറിയാം. ഒരു നാട്, ഒരു ജനത മുഴുവൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മക്കൾക്കുമുള്ള വൈരാഗ്യമാണ് കേസിന്റെ പിന്നിലെന്നാണ് തന്ത്രിയുടെ മകൾ ഉണ്ണിമായയുടെ ആരോപണം. ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങള് സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടിരുന്നവരാണ് അവർ. അതിനുശേഷം അവരുടെ വേറൊരു മുഖമാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളെ എത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ. ഇതാണ് ഈ പറയുന്ന ആളുകൾ. പ്രവീൺ ഈ വ്യാജ പീഡന കേസിലെ മാസ്റ്റർ ബ്രെയിൻ. അച്ഛനെ വധിക്കാനുള്ള ശ്രമം, ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമം, ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കാനുള്ള ശ്രമം, ക്ഷേത്രം ഓഫീസ് തല്ലിപ്പൊളിച്ച് അവിടുത്തെ രജിസ്റ്ററുകളും കാര്യങ്ങളും പ്രിന്ററുകളും നശിപ്പിക്കുക. ഇത് ക്ഷേത്രം ജീവനക്കാരനെ ഉപദ്രവിച്ചതാണ്. അനഘ കൈ കടിച്ചു പൊളിച്ചതാണിത്. ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ച് വാഴിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. അച്ഛന്റെ സഹോദരന്റെ മക്കളിൽ ഒരാളായ പ്രവീണിന്റെ കർണാടകയിലുള്ള പെൺസുഹൃത്താണ് അച്ഛനും അരുണിനുമെതിരെ പരാതി നൽകിയത്. കേസുമായി അച്ഛന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. തികച്ചും നിരപരാധിയായ അച്ഛനെ കേസിൽ കുടുക്കി ക്ഷേത്രത്തിന് കളങ്കം സൃഷ്ടിക്കാനാണ് ശ്രമം. അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിട്ടും ബംഗളൂരു പോലീസ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിന്റെ പേരിൽ തങ്ങളെ നിരന്തരം വേട്ടയാടുകയാണ്. ബലന്തൂർ പോലീസ് എന്നോട് സമ്മതിച്ചതാണ്. ഇത് ട്രാപ്പാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടീസിന്റെ പ്ലേ ആണ്, നിങ്ങളുടെ അച്ഛനെ റിലീസ് ചെയ്യണമെങ്കിൽ 2 കോടി രൂപ വേണം എന്ന് എന്നോട് സമ്മതിച്ചതാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് തന്നെയുണ്ട്. അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും പെട്ടുപോയിട്ടുണ്ട് ഹണി ട്രാപ്പിൽ. കേരളത്തിലെ പോലീസിനോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ. ഇതിന് പിന്നിലെ സത്യം കണ്ടുപിടിക്കണം. ഫെബ്രുവരി 3-ാം തീയതി മുതൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഇരിക്കുമ്പോൾ അകത്ത് എങ്ങനെയാണ് ഒരു യുവതിയെ പീഡിപ്പിക്കുക? സഹോദരിയുടെ ഭർത്താവായ അരുണും കേസിലെ പരാതിക്കാരിയായ യുവതിയും തമ്മിൽ പരിചയമുണ്ട്. എന്നാൽ ഇത് മുതലെടുത്ത് അരുണിനെ ഹണി ട്രാപ്പിൽ യുവതി കുടുക്കിയതാണെന്നും ഉണ്ണിമായ ആരോപിച്ചു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ അരുണിന്റെ ചാറ്റ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രവീണും സംഘവും മാത്രമല്ല, അകത്തും പുറത്തുമായി അവരെ സഹായിച്ച എല്ലാവരെയും പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവരെ പുറത്തു കൊണ്ടുവരണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ ജൂൺ 2-ാം തീയതി പ്രവീയുടെ വീട്ടില് ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. ബലന്തൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞത് ഒരു മലയാളി വക്കീലും ഒരു സ്ത്രീയും വന്നാണ് അവർക്ക് അവിടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്നാണ്. 2 ഇന്നോവ 95,000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത് തൃശ്ശൂര് ഹോട്ടലിൽ വന്ന് താമസിച്ചതും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും മലയാളിയാണ്. ആ മലയാളി ആരാണ്? പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിന്റെ കീഴിൽ ആരംഭിക്കാനിരുന്ന സൗജന്യ ഡയാലിസിസ് കേന്ദ്രവും ജീവകാരുണ്യ പ്രവർത്തനവും അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ക്ഷേത്രം തന്ത്രിയായ ഉണ്ണി ദാമോദരൻ സഹോദരന്റെ മക്കളെ പുറത്താക്കിയതെന്നാണ് മകൾ ഉണ്ണിമായ പറയുന്നത്. വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹോദര മക്കൾക്കെതിരെ നിലവിൽ കേസ് നൽകിയിരിക്കുകയാണ് ഉണ്ണിമായയും കുടുംബവും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.